എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോകാൻ കേട്ടോ. പോകുന്നത് വേറെ എങ്ങോട്ടല്ല, മൂന്നാർ. മാർച്ചിലാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടൊക്കെ തപ്പി അങ്ങനെ റിസോർട്ടൊക്കെ കിട്ടി ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടോ. അതുപോലെ വണ്ടി ആയിരുന്നു നേരത്തെ ബുക്ക് ചെയ്ത് റിസോർട്ടിനൊക്കെ അഡ്വാൻസ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഡേറ്റ് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 19-ാം തീയതിക്ക് ആക്കിയതാണ് കേട്ടോ. ഞങ്ങൾ 19-ാം തീയതി പോയ ട്രിപ്പാണ്. ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് വീഡിയോ കയറണേ. പിന്നെന്താ, അപ്പോൾ തലേന്ന് ഈ ബാഗൊക്കെ പാക്ക് ചെയ്യണത് മൊത്തം ഇങ്ങനെ പാക്ക് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ പോലില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് ഓരോ കൺഫ്യൂഷനൊക്കെയാണ്. അങ്ങനെ ഓരോന്നൊക്കെ പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട്. പൂളിൽ ഇറങ്ങുന്ന ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പോയാൽ മതി. പിള്ളേരൊക്കെ ഉറക്കിയിട്ട് കണ്ട ഞാൻ ഇത് ചെയ്തേക്കണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ കൂടെ ഹിബ ഉണ്ട് കേട്ടോ. ഹിബയും കൂടി സഹായിച്ചാണ് ഞാനിപ്പോൾ പെട്ടി പാക്ക് ചെയ്യണത്. അങ്ങനെ പെട്ടിയിലുള്ളതൊക്കെ കയറ്റി സിബൊക്കെ പൊട്ടി മറ്റേ ബാഗിലേക്ക് എന്തൊക്കെയാണ് വെക്കണേന്ന് വച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. അത് നാളെ ആകുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ. മറന്നില്ലെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. ഇനി കിടന്ന് ഉറങ്ങണം. 10 മണിക്ക് പോവാമെന്നാണ് കേട്ടോ പറഞ്ഞത് രാവിലെ. പക്ഷെ പോയപ്പോഴേക്കും 11:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ട്രാവലറിന് എല്ലാവരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇക്കാക പെട്ടി ഞങ്ങളെ കൊണ്ടുവന്നത് മെയിൻ റോട്ടിൽ കൊണ്ടുവന്നാക്കിയേക്കാണ്. അപ്പോൾ അവർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇക്കാക വണ്ടി കൊണ്ട് വെച്ചിട്ട് നടന്നു വരാമെന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അവർ വന്നു കേട്ടോ. പിന്നെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് പെട്ടികളും ബാഗൊക്കെ എടുത്ത് വച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഇക്കാക വന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇക്കാക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇക്കാകായൊക്കെ വന്നു കേട്ടോ. ഇക്കാകായൊക്കെ വന്ന് ഞങ്ങൾ പോയി തുടങ്ങി. അപ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ തുള്ളാൻ തുടങ്ങി കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങൾ ലാസ്റ്റ് പോയത് ഊട്ടിക്കായിരുന്നു കേട്ടോ. അതായത് ഞാൻ +1 പഠിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇതുപോലെ ഊട്ടിക്ക് പോയി സ്റ്റേ ഒക്കെ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഇതുപോലെ ഫാമിലി ട്രിപ്പ് ഇങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്യാൻ കണക്കാക്കി ഞങ്ങൾ മൂന്നാറാണ് ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തത്. മൂന്നാറൊന്നും പോയി സ്റ്റേ ചെയ്തിട്ടില്ല. മൂന്നാർക്ക് പോകുമ്പോൾ ഞങ്ങൾ രാവിലെ പോയിട്ട് രാത്രി വരാൻ കണക്കാക്കിയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം മൂന്നാർ നമുക്ക് സ്റ്റേ ചെയ്യാമെന്നും പറഞ്ഞാണ്. അങ്ങനെയുണ്ട് ഞങ്ങൾ മൂന്നാർക്ക് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത്. എൻ്റെ വാപ്പച്ചിൻ്റെ ഫാമിലി കേട്ടോ. അതായത് വാപ്പച്ചിൻ്റെ വീട്ടിൽ നിന്ന് വാപ്പച്ചിൻ്റെ ഉമ്മച്ചിയും പിന്നെ വാപ്പച്ചിൻ്റെ 2 അനിയന്മാരും അവരുടെ മക്കൾ വൈഫ് അങ്ങനെ അങ്ങ് എത്തിയപ്പോഴാണ് കേട്ടോ അബി പറയണേ നമ്മൾ രാത്രിത്തേക്ക് മസാല വെറ്റി വെച്ച ചിക്കൻ, അതായത് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ വാങ്ങിച്ച് മസാല വെറ്റി വെച്ചിട്ടോ. അപ്പോൾ അത് എടുത്തില്ല കേട്ടോ. അപ്പോൾ അബീൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പെരുമ്പാവൂരിൽ വണ്ടി ഒതുക്കി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. കൂട്ടുകാരൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നാമാരും ഉമ്മച്ചിയെ കൂടി തകർത്തിയായിട്ട് ഫോട്ടോ എടുത്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞത് അതെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ 1 മണിക്കൂർ അവിടെ പോയിന്ന് തോന്നുന്നുണ്ടോ. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തു ഞങ്ങൾ വീണ്ടും പോയി തുടങ്ങി. അബി ക്യാരറ്റും കുക്കുംബറും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് 2-3 ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയാണ്. പിന്നെ വീട്ടിൽ നിന്ന് മാങ്ങയെ കൊണ്ടുവന്നുണ്ടായി, എല്ലാവരും മാങ്ങയെ കൊണ്ടുവന്നുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് ഓരോരുത്തരൊക്കെ തിന്ന് അങ്ങനെയാണ് അവിടെ ടൈം കളഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയിട്ടോ, അതായത് 2 മണിയൊക്കെ ആവാറായി തോന്നുന്നു. വിശപ്പ് തുടങ്ങി എല്ലാവർക്കും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയപ്പോൾ വണ്ടി അവിടെ ഒതുക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വാപ്പച്ചി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ ഇതാക്കി എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോന്നു. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പൊടിയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഒരു കൂളർ ഉണ്ടായിട്ടോ. അപ്പോൾ അവിടെ നിന്ന് തണുത്ത വെള്ളം എടുത്തിട്ടോ. വീട്ടിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുണ്ടായി, എന്നാലും കൂളറുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ കുറേ നേരമായാലും തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ നല്ല കട്ട തണുപ്പിന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ അത്യാവശ്യത്തിന് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു തണുപ്പ് കാറ്റും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം തുള്ളിയിട്ടോ. അങ്ങനെ മൂന്നാറെത്തി. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്കാണ് കേട്ടോ നേരെ പോകണേ. ഞങ്ങൾ വേറെ എങ്ങും നിർത്തണമൊന്നുമില്ല, നേരെ റിസോർട്ടിലേക്ക് പോകാമെന്ന് ഓർത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ഓരോ വ്യൂ ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ബാഗും കാര്യങ്ങളൊക്കെ പുറത്തേക്കൊക്കെ ഇറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഏത് റൂമിലാണെന്നൊക്കെ വെച്ചൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ താഴെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ചെല്ലുമ്പോൾ തന്നെ എത്ര പേരുണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ. പിള്ളേരൊക്കെ അത് ഇങ്ങ് നേരെ സ്വിമ്മിംഗ് പൂളിൽ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അമീറാൻ്റെ കാലൊക്കെ നനക്കുന്നുണ്ട് കേട്ടോ ആച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ബാഗ് ആയിട്ട് റൂമിലേക്ക് പോയിട്ട്. അപ്പോൾ താഴത്ത് 3 റൂമുകളാണ്, മേളിലും 3 റൂമാണ്. മേളിൽ അങ്ങനെ 2 പേര്, താഴത്ത് 3 പേരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5 ഫാമിലിക്കാണ് റൂം ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. റൂം ഇതാണ്. പിന്നെ ബാത്റൂമിൻ്റെ ലുക്ക് ബാത്റൂമൊക്കെ തുറക്കാൻ ഇച്ചിരി പാടാറുണ്ട്. ബാത്റൂം ഇതാണ് കേട്ടോ ബാത്റൂം. പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ. റൂമായാലും എല്ലാം നല്ല നീറ്റാണ് കേട്ടോ. ബാത്റൂമായാലും നല്ല നീറ്റ് ബാത്റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാൽക്കണീൻ്റെ അങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ റിസോർട്ടുകൾ അവിടെ പണിയുന്നുണ്ട്. നല്ല കുറേ ബിൽഡിങ്ങൊക്കെ അവിടെ വന്നിട്ടുണ്ട്. റിസോർട്ടുകളാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്ന വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി, പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ആദ്യം സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ തനു വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനും അവളെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്ന്. പിന്നെ വീണ്ടും ഞങ്ങൾ ഈ ബാൽക്കണിയിൽ നിന്ന് ഞാൻ റൂമിലേക്ക് കയറിയപ്പോൾ അവളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ ഇക്കാക്ക വന്ന് കാലം കെറ്റിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇങ്ങനെ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റൂമും കൂടി ഉണ്ട്. ആ റൂമിൽ ഇതാണ് കേട്ടോ ആ റൂം. നല്ല ഭംഗിയുണ്ട് കേട്ടോ റൂമൊക്കെ കാണാനും എല്ലാം. നല്ല നീറ്റാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബായിട്ടു. റിസോർട്ടായാലും ഇതൊക്കെ ആയാലും പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി അതും ആച്ചും അമ്മും ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളും ഡ്രസ്സ് മാറ്റാമെന്നും പറഞ്ഞ് ഞങ്ങളും ഡ്രസ്സൊക്കെ മാറ്റി ഇനി താഴത്തേക്ക് പോകണം. അപ്പം ഞങ്ങൾ നേരെ താഴത്തേക്ക് പോവേം കേട്ടോ. അപ്പം താഴത്ത് നിന്നപ്പോൾ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോണം. അവിടെ അകത്തൊന്നും ആരും ഇല്ല, എല്ലാവരും വാലടിച്ചുകൊണ്ട് താഴത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോയപ്പോൾ ചായ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കട്ടൻ ചായ. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി താഴത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അമീറായും അതിനൊക്കെ നേരെ പൂളിൽ അങ്ങോട്ട് ഓടണേ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ പോണതിന് മുമ്പ് ഒരത്തേക്ക് പറഞ്ഞിട്ട് ഭയങ്കര ചൂടാണ് മൂന്നാറിനൊക്കെ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. വലിയവർ ആരും ജാക്കറ്റും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്തോ ഭാഗത്തിന് ഞാൻ അതിനും അമീറാക്ക് ഒരു ജാക്കറ്റ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരും ജാക്കറ്റും ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അത് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ആ പൂളിൽ നിന്നൊന്ന് മേലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വിറക്കും കിടന്ന്. പിള്ളേരൊക്കെ നേരെ പൂളിലേക്ക് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അതിനും അമീറാക്ക് തണുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതും ഭയങ്കര ബഹളമായിട്ട്. അപ്പം ഞങ്ങൾ സൈഡായിട്ട് അവർ അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടത്. അപ്പോൾ ഞങ്ങളായാലും കട്ടൻ ചായ കുടിച്ചു. കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായൊക്കെ പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോരുത്തരൊക്കെ ഇറങ്ങി. ഇപ്പോൾ അമീറാക്കും അതിനും തണുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മേളിൽ കയറി. പിന്നെ അവർ രണ്ടുപേരും കിടന്ന് ഇങ്ങനെ വിറക്കേണ്ട തണുത്തിട്ട് പറ്റില്ല എന്നും പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് നോളിക്കും, ഇടയ്ക്ക് കുറച്ച് നേരം തണുക്കെന്നും പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതിനൂന് അമീറാനെയൊക്കെ നിർബന്ധിച്ച് വീണ്ടും കൊണ്ടുവന്ന് പൂളിലേക്ക് ഇറക്കിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പൂളിൽ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ രാത്രി ആയപ്പോൾ അബി അൽഫാമിനുള്ളത് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ റിസോർട്ടിൽ അടുക്കള ഉണ്ടായിട്ട് അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അങ്ങനെ കഴുകി വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അപ്പുറത്തുനിന്ന് അബിയൊക്കെ അൽഫാമും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചിയും ഇന്നാമാരും ഒന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ. അപ്പോൾ ഉമ്മച്ചി ആദ്യമായിട്ട് ഇറങ്ങാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇതൊക്കെയാണ് ഈ കാണുന്നത്. ഇന്നാമാർ പിടിച്ച് വലിച്ച് ഇറക്കാൻ നോക്കണേണ്ട ഈ കാണുന്നത്.
ഉമ്മച്ചി ഇന്നാമാരെല്ലാവരും കൂടി ഇതേ സ്വിമ്മിംഗ് പൂളിൽ കിടന്നുണ്ടാവണം. അപ്പോഴാണ് വണ്ട് പോലത്തെ വലിയൊരു സാധനം പൂളിൽ വന്ന് വീണിട്ടോ. അപ്പോൾ അത് എടുത്ത് കളയണാട്ടോ ചെരുപ്പ് കൊണ്ട്. പിന്നെ ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ വെച്ച് ഇച്ചു സെറ്റാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു അതിനിടയ്ക്ക്. പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് കുറച്ച് ഇതായപ്പോഴേക്കും തനുവും നെച്ചൊക്കെ കുളിക്കാൻ വേണ്ടി പോയിട്ടോ. അവർക്ക് തണുത്തിട്ട് പറ്റില്ല, അങ്ങനെ കുളിക്കാൻ വേണ്ടി പോയി. ഡ്രസ്സ് മാറ്റിക്കൊണ്ട് വരാമെന്നും പറഞ്ഞാൽ അവർ പോയിട്ടോ. അതേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും കുളിക്കാൻ വേണ്ടി ഇതേ മേളിലേക്കൊക്കെ പോയിട്ടോ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുളിച്ച് ഇനി താഴത്തേക്ക് പോകും. അവിടെ അൽഫാമൊക്കെ റെഡിയാക്കുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോകാൻ വേണ്ടി പോയപ്പോഴേക്കും ഇക്കാക്ക പറഞ്ഞു നമുക്ക് മേളിലൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മേളിലേക്ക് പോയതാണ് കേട്ടോ. ഇതേ ഇവിടെ ക്യാരംസ് ഉണ്ട് കേട്ടോ കളിക്കാനുള്ളത്. പിന്നെ ഇതേ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ രാത്രി ഇതേ പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്ര സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. കയ്യേക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇതാണ് കേട്ടോ രാത്രി റിസോർട്ടിൻ്റെ ഏറ്റവും വെളിയിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും മനസ്സിലാവില്ല. രാവിലെയൊക്കെ ആകുമ്പോഴാണ് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് പിന്നെ ഞങ്ങൾ നേരത്തെ താഴത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതേ അബിയുടെ അൽഫാം ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനും ആദ്യം ഇതേ ഇവിടെ നിന്ന് ബോൾ തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എല്ലാവരോടും ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞ് എല്ലാ സാധനങ്ങളും മേളിൽ കൊണ്ടുപോയി. ചപ്പാത്തി ആയിരുന്നു കേട്ടോ അൽഫാമിലൂടെ ഞങ്ങൾക്ക് കഴിക്കാൻ. അങ്ങനെ മയോണൈസൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കേണ്ടോ ചെയ്തത്. അത് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കേണ്ടതാണ്. ഞങ്ങൾ കഴിച്ചൊക്കെ തുടങ്ങി. ചപ്പാത്തിയും അൽഫാമും മയോണൈസായിരുന്നു കേട്ടോ കഴിക്കാൻ. അങ്ങനെ ദേ ഞാൻ എണീച്ചത് ബാൽക്കണിയിൽ നിന്ന് വീഡിയോസൊക്കെ എടുത്തുട്ടോ. അതിനും അമീറായി ഇക്കാക്ക എണീച്ചിട്ടില്ല കേട്ടോ. താഴെ എല്ലാവരും എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴത്തേക്ക് പോകാൻ വേണ്ടി പോണു. താഴത്തേക്ക് പോയപ്പോൾ ഫോൺ ചാർജ് ഉണ്ടായില്ല. അപ്പോൾ കുത്തിയിട്ടുണ്ടാണ് പോയത്. അതുകൊണ്ട് രാവിലെ താഴത്ത് പോയി കട്ടൻ ചായ കുടിച്ചായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തൊന്നുമില്ല. അത് പിന്നെ ഇത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇതേ പൂളിൽ വന്ന് കുറച്ച് നേരം കൂടി കളിക്കേണ്ട. അപ്പോൾ ഇതേ കൊച്ചിറങ്ങിയിട്ടുണ്ടായില്ല തലേന്ന്. അപ്പോൾ ഇതേ ഇപ്പോൾ രാവിലെ ഇപ്പോൾ കൊച്ചിറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് വന്നേക്കാൻ കേട്ടോ. റശിക്കൊച്ച ഇറങ്ങിയില്ല കേട്ടോ. റശിക്കൊച്ച ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരും ഇതേ പൂളിൽ നിൽക്കാകായും അതും അമീറായും അതും ആച്ചും അമ്മൊക്കെ ഉണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ. അവരവിടെ നിന്ന് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റിസോർട്ടിൻ്റെ ബാക്കിലോട്ടൊക്കെ നടന്നിട്ട് വരാമെന്നും പറഞ്ഞു ഞാനും നെച്ചും തനും കൂടിയും ഒന്ന് നടക്കാൻ പോയിട്ടോ. അവരൊക്കെ എവിടെയാണ് പോയത്? എന്താ ക്യാമറയിൽ നമ്മളെ കണ്ടെന്താണോ സൈറം പോയി. ആഴ് റിസോർട്ടാടി. ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടി തണുപ്പല്ലേ. ആ പുറത്തിലേക്ക് പോയി. ഇതിലൊരു വഴിയുണ്ട്. ഇതിൽ കൂടെ ആര് പോയത്? ശരിയുണ്ടോ? പിന്നെ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് 9 മണിയായപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയായി മേളിൽ കൊണ്ടവർ വച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ദോശ, ഇഡ്ഡലി, സാമ്പാർ, 2 തരം ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും മുട്ട പുഴുങ്ങിയത്, അതിൻ്റെ കൂടെ ഉപ്പും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ.
എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. പിന്നെ മേളിൽ വന്ന് അതിനൂനെ അമീറാനെയും കുളിപ്പിച്ച് അവരെ റെഡിയാക്കി നിർത്തി. അപ്പോഴത്തേക്കും ദേ ഇക്കായും കുളിച്ചു, ഞാനും കുളിച്ച് റെഡിയൊക്കെ ആയിട്ടോ. അപ്പോൾ താഴത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ വരാൻ വേണ്ടി അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അവിടെ താഴത്ത് നിന്ന് എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ദേ ഞങ്ങൾ വണ്ടി കയറാൻ കേട്ടോ. 11 മണിയായപ്പോഴേക്കും റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് വണ്ടി കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. എവിടെ പോകണേന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് തീരുമാനിച്ച് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ പോണ വഴിക്ക് നല്ല സ്പോട്ടാണ് ഞാൻ നിർത്താൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴാണ് പറയണേ പൈസ കൊടുത്താലാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്ന്. എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് 50 രൂപ. പ്രാന്തല്ലേ ഒരാൾക്ക് 50 രൂപ കൊടുത്ത് അവിടെ പോയി ഫോട്ടോ എടുക്കാൻ. അത് പോണ വഴിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി ഫോട്ടോ എടുത്താൽ പോരെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് കയറാണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോണ വഴിക്ക് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഡ്രൈവർ ഞങ്ങൾക്ക് നിർത്തി തന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഉച്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജീപ്പിന് പോകാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ 3 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി മീൽസാണ് ഞങ്ങൾ കഴിച്ചത്. ഡാമുണ്ട്, പിന്നെ എക്കോ പോയിന്റ് ആണ്. എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഷാരൂഖ് ഖാൻ മൂവിയാണ്, അത് ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണത്. പിന്നെ അതുപോലെ 2 വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റിൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി വ്യൂ നമുക്ക് ഡാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ 2ാമത്തെ വലിയ ഡാമാണ്. കറക്റ്റായിട്ട് അവരോട് എല്ലാ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ 6000 രൂപയെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ പിന്നെ സംസാരിച്ചു. അത് 4000 രൂപയിലേക്ക് ആക്കി തന്നിട്ടോ. അങ്ങനെ 2 ജീപ്പിലാണ് പോണത്. ഫ്രണ്ടിലത്തെ ജീപ്പിലും ഈ കാണുന്ന പച്ച കളർ ജീപ്പിലും നല്ല രസമുണ്ടായിട്ടോ ജീപ്പ് കാണാൻ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലത്തെ ജീപ്പിലാണ് കേട്ടോ പോയത്. ബാക്കി എല്ലാവരും ഈ ജീപ്പിലേക്ക് കയറി കേട്ടോ. വാട്ടർഫോൾസിൻ്റെ അവിടെ വന്ന് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാവരും എടുത്തിട്ടോ. അങ്ങനെ അതെടുത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവേണ്ടോ. അടുത്തത് എന്തോ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവേണ്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് വന്നിട്ടോ. അപ്പോൾ ഈ പാറ കണ്ടിട്ട് പേടിയാവേണ്ട കേട്ടോ. പാറേൻ്റെ ഇത് കണ്ടിട്ട് അപ്പുറത്തെ സൈഡിലാണ് കൂടുതലും കാണുമ്പോൾ പേടിയാവണം കേട്ടോ. സത്യം പറഞ്ഞാൽ അതങ്ങാലും പൊട്ടി താഴത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ജീവൻ ബാക്കി പോലും കിട്ടൂല. അമ്മ ആ രീതിയിൽ പാറയിൽ കുറേ ഊട്ടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ട പേടിയാവുമായിരുന്നു കേട്ടോ. ഇത് ഡ്രൈവർ പറഞ്ഞത് ബ്രിട്ടീഷുകാർ പണിത് വെച്ചാണ് പാലം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതും കണ്ട് അടുത്ത സ്പോട്ടിലേക്കാണ് പോണേ. അടുത്തത് ഞങ്ങൾ കാണാൻ വേണ്ടി പോയത് പൊന്മുടി ഡാമാണ് കേട്ടോ. അതായത് ഓർഡിനറി സിനിമയിൽ ആസിഫ് അലി എടുത്ത് ചാടണത് ഈ ഡാമിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഡാമിൻ്റെ അങ്ങോട്ടാണ് ഞങ്ങൾ പോയത്. ഈ ഡാമിൻ്റെ ഒരു സൈഡിൽ താഴത്തേക്ക് സ്റ്റെപ്പിന് ഇട്ടോ. അപ്പോൾ അവിടെ എക്കോ പോയിൻ്റ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കണേ.
പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ കുതിരയുണ്ടായി, പിന്നെ ഒട്ടകവും ഉണ്ടായി കേട്ടോ. അപ്പോൾ ഒട്ടകത്തിന് അവരെന്തോ മാറ്റി നിർത്തി ഫുഡ് കൊടുക്കേണ്ട. അപ്പോൾ എല്ലാവരും എന്തേ കുതിരേൻ്റെ മേളിൽ കയറി പോവേണ്ടത്. ആദ്യം കയറി, അത് കഴിഞ്ഞ് പിന്നെ ആദും അമീറായും കയറി, പിന്നെ ഇക്കായും അതിനും കയറി കേട്ടോ. പിന്നെ അവരൊക്കെ അങ്ങോട്ട് പോയി വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ അവർ പോണതൊക്കെ പിന്നെ തനു, ആച്ചു, നെച്ചു, മമ്മു അവരെല്ലാവരും കയറിയിട്ട് കുതിരേൻ്റെ മേളിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഒട്ടകത്തിന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടകത്തിൻ്റെ കൂടെ ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തോളൂ കേട്ടോ. വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ താഴെ എക്കോ പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണം. പിന്നെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ സ്പീഡ് ബോട്ടിൽ കയറിയില്ല. അപ്പോൾ ഈ കാർഡ് പറഞ്ഞ് എന്നെ ബോട്ടിൽ കയറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 5 പേർക്ക് കയറാം, 1200 പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ താഴെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ കയറാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി കയറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ കയറണ കണ്ടപ്പോൾ അതിനും അമീറായും കരച്ചിലൊടുങ്ങി കയറണമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ താഴത്ത് നിന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവന് കരയാണ് കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ വിളിച്ചോ കയറ്റിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇക്കാക്ക അതേ പിള്ളേരായിട്ട് താഴത്തേക്ക് വന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ സ്പീഡ് ബോട്ടിൽ കയറുന്നത്. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതേ അമീറായും അമീറ തനുവിൻ്റെ കൂടെ ഇരുന്ന് അതിനും എൻ്റെ അടുത്ത് ഇരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് കൊണ്ടുപോയി. ആ സ്പോട്ടിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. അവിടെ ചെന്ന് കുറച്ചൊരു ചായ കുടിച്ച് കുറച്ചൊരു കുലുക്കി സർബത്ത് കുടിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഇത് ബജ്ജി ഉണ്ടായിരുന്നു, മുളക് ബജ്ജി ഉണ്ടായി, മുട്ട ബജ്ജി ഉണ്ടായി. അത് കഴിച്ച് ഞങ്ങൾ അത് അടുത്ത സ്ഥലത്തേക്ക് പോവേണ്ട. കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് സ്ഥലമായിരുന്നു പറഞ്ഞു ഞാൻ കേട്ടാണോ എനിക്കറിയില്ല. അത് മൂന്നാറിൻ്റെ ബാക്ക് സൈഡ് ആള് പറഞ്ഞതാ. അത് മൂന്നാറിൻ്റെ ബാക്ക് സൈഡ് തൊട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, വീഡിയോസൊക്കെ എടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഒന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജീപ്പിന് ഞങ്ങളുടെ വണ്ടീയിൽ അങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ട്രാവലർ മേളിലിട്ടേക്കാണ്. അപ്പോൾ മേളിലേക്ക് നടന്ന് കയറി ചെല്ലണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഗായ്സ്. പിന്നെ 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ട്രിപ്പ് അടിപൊളിയായിരുന്നു. പെട്ടെന്ന് ദിവസം തീർന്നു കൂട്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് തുള്ളി കേട്ടോ. പിന്നെ വണ്ടിയിൽ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ കുറച്ച് നേരം തുള്ളിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള കട എവിടെയെന്ന്. അപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയപ്പോഴേക്കും നല്ല കട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട്. അപ്പോൾ അവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പൊറോട്ട എന്തെങ്കിലും കഴിച്ച് പോയാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്ത് പൊറോട്ട വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാറായി. അപ്പോൾ ആ സമയം വരെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറക്കിയിട്ട് അവർ പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ.